ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സമയം രാവിലെ 9 മണി ആയിട്ടുണ്ടാവും. 9 മണി ആയാലും രാവിലെ നല്ല വെയിലും ചൂടുമാണ്. ഈ സമയം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എനിക്കിതാ 3 പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടുമാങ്ങയാണ്, നല്ല മണമൊക്കെയുള്ള നാട്ടുമാങ്ങയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി തന്നതാട്ടോ. അടിപൊളി മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് ഉണ്ടായത് എനിക്ക് തന്നതാണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴ പുളിശ്ശേരി അടിപൊളിയാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ മാങ്ങയെല്ലാം കഴുകി അതിൻ്റെ തോല് കളയുകയാണ്. 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇതാ തോലെല്ലാം കളഞ്ഞ് അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് 2-3 എണ്ണം കീറി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പഴുത്ത മാങ്ങ ആയതുകൊണ്ട് വേവാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, ചെറിയുള്ളി നന്നായിട്ട് അരച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയെല്ലാം അരച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് 3 മാങ്ങ, 1 മാങ്ങ കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ മാങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കറി വയ്ക്കാം. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കൊള്ള് ഉപ്പേരിയാണ് വെക്കുന്നത്. പാലക്കാടൊക്കെ കൊള്ള് എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിൽ മുതിര എന്ന് പറയും. അപ്പോൾ ഞാൻ കൊള്ളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചുമന്നുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുമന്ന നിറമാകുമ്പോൾ നമ്മുടെ കൊള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊള്ള് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ കൊള്ളുപ്പേരിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ മുളകോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുമ്പം കഞ്ഞിയും ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടതാണ്. അപ്പോൾ ഒരു കുറവ് പോലെ കണ്ടപ്പോൾ പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാം കേട്ടോ. ഓൾറെഡി കൊള്ള് നമ്മുടെ വെന്തതാണ്. അപ്പോൾ ഒന്ന് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയും കൊള്ള് ഉപ്പേരിയും ആയിട്ടുണ്ട്. ചോറ് ഞാൻ പിന്നെ തിളപ്പിച്ചതിന് ശേഷം റൈസ് കുക്കറിൽ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. രാവിലെ നമുക്ക് ദോശയും തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ ദോശ ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റായി. അപ്പോൾ നമ്മുടെ പണികളൊക്കെ അങ്ങനെ ലേറ്റായി. ഇപ്പോൾ സമയം ഒരു 9:45 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 8:30-9 മണീൻ്റെ ഉള്ളിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി ചമ്മന്തി ഇന്നലെ അരച്ചതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇതാ ദോശയെല്ലാം ചുട്ടു, ഞാനിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയാണ്.
അപ്പം ഇന്ന് തുടയ്ക്കുന്നില്ല. ഇന്നലെ ഞാൻ റൂമെല്ലാം തുടച്ചു, ഒന്നിരാടം തുടയ്ക്കും കേട്ടോ. ഒരുപാട് ചെളി ഉണ്ടെന്ന് തോന്നിയാൽ ദിവസവും തുടയ്ക്കും. ഇപ്പം ഇന്നിനിയും തുടയ്ക്കുന്നില്ല. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി, ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത്